ഏതൊരു കത്തോലിക്ക വിശ്വാസിയും തൻ്റെ വിശ്വാസ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട 4 വാക്കുകളെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഗ്രീക്ക് പദങ്ങളാണ്, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ളതാണ്. കാരണം നമ്മളത് എല്ലാ ദിവസവും അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ വാക്കാണ് ലാത്രിയ. ലാത്രിയ എന്ന പദത്തിൻ്റെ അർത്ഥം ദൈവത്തിന്, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് മാത്രം കൊടുക്കുന്ന പരമോന്നതമായ ആരാധനയുടെ പേരാണ് ലാത്രിയ അല്ലെങ്കിൽ ആരാധന. നമ്മൾ മറ്റു വിശുദ്ധർക്കോ മറ്റാർക്കും കൊടുക്കുന്നില്ല, ദൈവത്തിന് മാത്രം നാം ചെയ്യുന്ന ആരാധനയുടെ പേരാണ് ലാത്രിയ. ആ പദത്തിൽ നിന്നാണ് ലിറ്റർജി എന്ന പദമൊക്കെ രൂപപ്പെട്ടു വരുന്നത്. ലാത്രിയ, നമ്മൾ ദൈവത്തെ മാത്രം ആരാധിക്കുന്ന പദമാണ് ലാത്രിയ. രണ്ടാമത്തെ പദമാണ് ദൂലിയ. ദൈവത്തിന് ആരാധന കൊടുക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധർക്ക്, ഈ ഭൂമിയിൽ മനുഷ്യരായിട്ട് ജീവിച്ച് സഭ വിശുദ്ധരായി അംഗീകരിച്ചവർക്ക് നമ്മൾ പ്രത്യേകമായി കൊടുക്കുന്ന വണക്കം അല്ലെങ്കിൽ അവരുടെ മാധ്യസ്ഥം, അവർക്ക് കൊടുക്കുന്ന പ്രത്യേക പരിഗണനയ്ക്ക് അല്ലെ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ആ മാധ്യസ്ഥത്തിന് പറയുന്ന പേരാണ് ദൂലിയ. മൂന്നാമതൊരു പദമുണ്ട് ഹൈപ്പർ ദൂലിയ. ഹൈപ്പർ ദൂലിയ നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന, അല്ലെ അമ്മയോടുള്ള വണക്കത്തിന് വേണ്ടി പ്രത്യേകം ഉപയോഗിക്കുന്ന ഒരു പദമാണത്. കാരണം ലാത്രിയ ദൈവത്തെ മാത്രം ആരാധിക്കാൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ദൂലിയ വിശുദ്ധർക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ, ഹൈപ്പർ ദൂലിയ എന്ന് പറയുമ്പോൾ വിശുദ്ധരിലെക്കാട്ടിലും അല്പം മുകളിൽ നമ്മൾ പ്രത്യേക മാധ്യസ്ഥം തേടുന്നു, അല്ലെങ്കിൽ പ്രത്യേകമായി വണങ്ങുന്നു പരിശുദ്ധ അമ്മയോട്. നമ്മൾ ദൈവത്തോടൊപ്പം പരിശുദ്ധ അമ്മയെ ആരാധിക്കുന്നില്ല, മറിച്ച് വിശുദ്ധരെക്കാൾ അല്പം ശ്രേഷ്ഠമായി നാം കരുതുന്നു. ആ വാക്കിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹൈപ്പർ ദൂലിയ. നാലാമതായ ഒരു പദമുണ്ട് പ്രോട്ടോ ദൂലിയ. അതായത് വിശുദ്ധരിൽ ഏറ്റവും ആദ്യം നമ്മൾ വണങ്ങുന്നതും അല്ലെങ്കിൽ വണങ്ങേണ്ടതും യൗസേപ്പിതാവിനെയാണ്. യൗസേപ്പിതാവിനോടുള്ള ആ മാധ്യസ്ഥത്തിന്, ആ വണക്കത്തിന് സഭ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പദമാണിത് പ്രോട്ടോ ദൂലിയ. 4 വാക്കുകൾ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ലാത്രിയ എന്നത് ദൈവത്തിന് കൊടുക്കുന്ന പരമോന്നതമായ ആരാധനയാണ്. ദൂലിയ വിശുദ്ധർക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ വിശുദ്ധർക്ക് നമ്മൾ നൽകുന്ന വണക്കത്തിന്റെ മാധ്യസ്ഥത്തിന്റെ പദമാണ്. ഹൈപ്പർ ദൂലിയ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് വിശുദ്ധരെക്കാൾ അധികമായി, അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനത്തേക്കാൾ അല്പം താഴെയായി കൊടുക്കുന്ന പദമാണ് ഹൈപ്പർ ദൂലിയ. നാലാമതായി പ്രോട്ടോ ദൂലിയ. വിശുദ്ധരിൽ ഏറ്റവും ആദ്യം നമ്മൾ ഓർക്കേണ്ടതും മാധ്യസ്ഥം വഹിക്കേണ്ടതും യൗസേപ്പിതാവിനെയാണെന്ന് സഭ നമ്മളോട് പറയുന്നു. അപ്പോൾ ഈ ഒരു മെയ് മാസ കാലഘട്ടത്തിൽ യൗസേപ്പിതാവിനെയൊക്കെ പ്രത്യേകമായി ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ വിശുദ്ധരോട് പ്രത്യേക മാധ്യസ്ഥം തേടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ ഈ 4 പദങ്ങളും നമ്മളെ സഹായിക്കട്ടെ. ആരാധന എന്താണെന്നും വണക്കം എന്താണെന്നും മാധ്യസ്ഥം എന്താണെന്നും ഓർത്തുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെ നമുക്കൊന്ന് ക്രമീകരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണം.